ലിജോ, ഈ ഇത്രയും പൊക്കം കുറഞ്ഞൊരു കുട്ടി, 13 വയസ്സായ കുട്ടി എങ്ങനെയാണ് ഇതിന് മുകളിൽ കയറിയത്? ആ കയറിയത് സംബന്ധിച്ച് അതായത് ആദ്യം കരുതിയത് ഒരുപക്ഷെ സ്കൂൾ മുകളിലത്തെ നിലയിൽ വഴി ഇറങ്ങിയതായിരിക്കാമെന്ന് കരുതുന്നു. പക്ഷെ ഇപ്പോൾ ചില നാട്ടുകാരായ ചില ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ പ്രാദേശികമായിട്ട് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളതിനെ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതായത് ഈ കുട്ടി ആ ചെരുപ്പ് മുകളിലേക്ക് കളിക്കുന്നതിനിടയിൽ ചെരുപ്പ് മുകളിലേക്ക് വീണതിനെ തുടർന്ന് സ്വാഭാവികമായിട്ട് കുട്ടികളാണ് അപ്പോൾ ആരെങ്കിലും എടുത്തെറിഞ്ഞതായിരിക്കാം. അത് വീണ സമയത്ത് അതെടുക്കുന്നതിന് വേണ്ടി ആ വശത്തെ മതില് വഴി കയറി അതിനുശേഷം ഷീറ്റിന് മുകളിലൂടെ നടന്ന് തന്റെ ചെരുപ്പ് കിടന്ന ആ ഭാഗത്തേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ആ മതിൽ വഴി കയറി മുകളിലേക്ക് എത്തി അതുവഴി നടന്നു പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചതെന്ന് പറയുന്നത്. സ്കൂള് അതായത് 10 മണിക്ക് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപുള്ള ഒരു സമയത്താണ് ഈ അപകടം സംഭവിച്ചതെന്നും പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ഇത്രയൊക്കെ തന്നെ ചെയ്യുന്ന സമയത്ത് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു കാര്യവും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് ഈ അപകടം സംഭവിച്ചെന്നുള്ള ഒരു കാര്യവും ഗുരുതരം തന്നെയാണ്. എന്തായാലും എല്ലാം കൃത്യമായി ഇനി നടത്താനാകെ കഴിയുന്ന പരിശോധനകളാണ്. ഒരു 13 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു കാര്യം. പക്ഷെ ഇനി ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ ഉണ്ടാകാൻ ഒരു സാഹചര്യം ഒരുക്കരുത് എന്നുള്ള കാര്യമാണ് നാട്ടുകാരൊക്കെ പറയുകയും ചെയ്യുന്നത്. ലിജോ റോൾസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് തേവലക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. തേവലക്കര ബോയ്സ് സ്കൂളിലെ മിഥുൻ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. ഷീറ്റിന് മുകളിൽ വീണ ആ ചെരുപ്പെടുക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് താഴ്ന്നു കടന്ന ലൈനിൽ നിന്ന് ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ട് വിദ്യാർത്ഥി മരിച്ചത്. ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവൂർ കുഞ്ഞുമോൻ MLA. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി.